ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഓൾറെഡി IPLൽ 3 ടീമുകൾ ഒഫീഷ്യലായിട്ട് തന്നെ ക്വാളിഫൈ ചെയ്തിരിക്കുകയാണല്ലോ പ്ലേ ഓഫിൽ. RCB, GT, SRH എന്നിങ്ങനെ 3 ടീമുകളും ക്വാളിഫൈ ചെയ്തിരിക്കുന്നു. ഇനിയിപ്പോൾ ഒരൊറ്റ സ്പോട്ട് മാത്രമാണ് ബാക്കിയുള്ളത്. അവസാനമായി ടോപ്പ് 4 ഉറപ്പിക്കാൻ പോകുന്ന ടീം ഏതായിരിക്കും എന്നതാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നതും. ഇന്നലെ രാജസ്ഥാൻ റോയൽസ് വൈഭവ് സൂര്യവംശിയുടെ പൊളിച്ചടുക്കലിന്റെ മികവിൽ LSGയെ തോൽപ്പിച്ചതോടുകൂടി അവരുടെ സാധ്യതകളും വല്ലാതെ കൂടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ 6 മത്സരങ്ങൾ മാത്രമാണ് ലീഗ് സ്റ്റേജിൽ ബാക്കിയുള്ളത്. ഒരു ലീഗ് സ്റ്റേജിലെ അവസാന ദിവസത്ത് രാജസ്ഥാൻ റോയൽസും മുംബൈ ഇന്ത്യൻസും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. അതായത് ടോപ്പ് 4 ഉറപ്പിക്കാൻ പോകുന്ന 4ാമത്തെ ടീം ആരായിരിക്കും എന്നുള്ളത് ഇനി മുംബൈ ഇന്ത്യൻസ് തീരുമാനിക്കും. കാരണം മുംബൈ ഇന്ത്യൻസിന് ആ ഒരു കളിയിൽ രാജസ്ഥാൻ റോയൽസിനെ പരാജയപ്പെടുത്താൻ സാധിച്ചാൽ രാജസ്ഥാൻ റോയൽസ് 14 പോയിന്റിൽ തന്നെ സ്റ്റക്കായി പോകും. PBKസും KKRും തങ്ങളുടെ ഇനിയുള്ള മത്സരങ്ങൾ വിജയിക്കുക കൂടി ചെയ്യുകയാണെങ്കിൽ അവരിലൊരു ടീമായിരിക്കും പ്ലേ ഓഫിലേക്ക് എത്താൻ പോകുന്നത്. ഏതായാലും ഇപ്പോൾ ഏറ്റവും അധികം സാധ്യതയുള്ളത് രാജസ്ഥാൻ റോയൽസിന് തന്നെയാണ്. കാരണം മറ്റുള്ള ടീമുകളുടെ ഒന്നും റിസൾട്ടിനെ ആശ്രയിക്കാതെ അവരുടെ കളി വിജയിച്ച് പോയാൽ തന്നെ അവർക്ക് ടോപ്പ് 4 ഉറപ്പിക്കാൻ കഴിയും. പക്ഷേ MI അവരെ തോൽപ്പിക്കുകയാണെങ്കിൽ മറ്റുള്ള പല ടീമുകൾക്കും വമ്പൻ ലോട്ടറി തന്നെയാണ് വരാൻ പോകുന്നത്. ഈവൻ CSKക്കും ഡൽഹി ക്യാപിറ്റൽസിനും പോലും വലിയ സാധ്യതയുണ്ട്. അതായത് KKRും PBKസും തങ്ങളുടെ ഇനി ബാക്കിയുള്ള മത്സരം വിജയിക്കുകയും അതേപോലെ രാജസ്ഥാൻ റോയൽസ് പരാജയപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ ഏത് ടീമിനാണോ നെറ്റിന് മികവുള്ളത് ആ ഒരു ടീമായിരിക്കും ടോപ്പ് 4ൽ കയറാൻ പോകുന്നതും. ഇനിയിപ്പോൾ ഈ 3 ടീമുകളും അതായത് RR, PBKs, KKR ഈ 3 ടീമുകളും തങ്ങളുടെ ബാക്കിയുള്ള കളി പരാജയപ്പെടുകയും ഡൽഹി ക്യാപിറ്റൽസും CSKയും ഇനിയുള്ള മത്സരം വിജയിക്കുക കൂടി ചെയ്യുകയാണെങ്കിൽ നെറ്റിന് മികവ് ആർക്കാണോ ഉള്ളത് ആ ഒരു ടീമായിരിക്കും പ്ലേ ഓഫിലേക്ക് എത്താൻ പോകുന്നത്. ഒരു ഫോട്ടോ ഫിനിഷിംഗിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നതും. ഏതായാലും ഇത്തവണ പ്ലേ ഓഫിൽ എലിമിനേറ്ററും അതേപോലെ ക്വാളിഫയറും കളിക്കുന്ന ടീമുകൾ ഏതൊക്കെയായിരിക്കും അങ്ങനെ സാധ്യത നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, RCBയോ GTയോ SRH ഈ 3 ടീമുകളിൽ 2 ടീമുകളായിരിക്കും ക്വാളിഫയർ കളിക്കാൻ പോകുന്നത്. മിക്കവാറും RCB അതിൽ ഉൾപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു പ്രഡിക്ഷൻ എന്തെന്ന് വെച്ചാൽ CSKയും GTയും തമ്മിലുള്ള മത്സരത്തിൽ മിക്കവാറും CSK വിജയിക്കുന്നുള്ളതാണ്. അതേപോലെ SRH RCBയെയും പരാജയപ്പെടുത്തുകയാണെങ്കിൽ SRHും RCBയും തന്നെ ക്വാളിഫയർ കളിക്കുകയും ചെയ്യും. സോ എൻ്റെ ഒരു പ്രഡിക്ഷൻ ഇങ്ങനെയാണ്. നിങ്ങളുടെ പ്രഡിക്ഷനിൽ SRH, RCB, GT ഈ 3 ടീമുകളിൽ ഏതൊക്കെ ടീമുകളായിരിക്കും ക്വാളിഫയർ കളിക്കാൻ പോകുന്നത്, ആരൊക്കെയായിരിക്കും എലിമിനേറ്ററിൽ ഉൾപ്പെടാൻ പോകുന്നത്? അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.